നിങ്ങളാണ് ഏറ്റവും വലിയ മാനിപ്പുലേറ്റീവ്സ്. നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിഭീകരമായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പാരസൈറ്റ്സ് ആണ്. അതായത് ബാക്കിയുള്ളവർ കണ്ടന്റ് ഇല്ലെങ്കിൽ അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര. നിങ്ങൾക്ക് ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് അറിയാലോ. പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന്. അത് മാത്രമല്ല, അവരുടെ വീഡിയോ ഓപ്പൺ ആക്കുന്ന സമയത്തും അതിന്റെ ഹൈലൈറ്റ്സിനകത്തും പറയുന്നുണ്ട്, നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന്. പക്ഷേ ഇവരുടെ കമന്റ് ബോക്സുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് കുറെ കമന്റ്സുകളുണ്ട്, ഞങ്ങൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുവാണ്, ഇത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷയില്ല, അങ്ങനെയൊക്കെയുള്ള കുറെ കമന്റ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ മിസ്ലീഡിങ് തമിഴിൽ യൂസ് ചെയ്തത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും, ഞാൻ റിയാക്ഷൻ വീഡിയോസ് എന്ന് എടുത്തു പറയാനായിട്ടുള്ള കാര്യം, ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്ന എല്ലാവരും വലിയ പുണ്യാളന്മാരാണ്, ഞങ്ങൾ മാത്രമേ നല്ലത് ചെയ്യത്തുള്ളൂ, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. നമ്മളെല്ലാവരും മിസ്ലീഡിങ് തംബ്നെയിൽസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ പേഴ്സണൽ കാര്യങ്ങളിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് മിസ്ലീഡിങ് തംബ്നെയിൽസ് യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 5 ലക്ഷം പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പം ഇങ്ങനെ മിസ്ലീഡിങ് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കാർക്കും വേറെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടിയാണ് ഈ ഒരു സാധനം ബാധിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളുടെ ആ ഒരു കമന്റ് ബോക്സിലും ഉള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം ആദ്യം റിയാക്ട് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ മൂപ്പൻസ് വ്ലോഗിലെ ശരത്തേട്ടൻ. അപ്പം മൂപ്പൻസ് വ്ലോഗിലെ ശരത്തേട്ടൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടും ഇത് തന്നെയാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ ഈ ഇങ്ങനെ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു രീതിയിൽ ശരിയല്ല, ഇങ്ങനെ മിസ്ലീഡിങ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഇപ്പം അവർ കുറച്ച് മുന്നേ എന്നിട്ട് ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്, എന്തിനാണ് മിസ്ലീഡിങ് ഇങ്ങനെ യൂസ് ചെയ്തതെന്ന്. പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന മൂപ്പൻസ് വ്ലോഗിലെ ശരത്തേട്ടനെ പറ്റിയിട്ടാണ് ഒരു ത്രൂ ഔട്ട് സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തംബ്നെയില് ഞാൻ എന്താണ് മിസ്ലീഡ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഞാനും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ചേട്ടൻ പറ, എന്തായിരുന്നു ഞങ്ങൾ അതിനിടേണ്ട ക്യാപ്ഷൻ? ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല, ഞങ്ങൾ ഒരുമിച്ചല്ല, ഇതാണ് കണ്ടന്റ്. ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത്? നിങ്ങൾ ഒരുമിച്ചല്ല എന്ന് പറയുന്ന കണ്ടന്റിനകത്ത് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അത് ആദ്യം മനസ്സിലാക്കുക. കോണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ല എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ സ്വാഭാവികമായിട്ട് അത് മിസ്ലീഡ് ചെയ്യപ്പെടുവാണ്. നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞോ? ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിൽ മാത്രം അഡിക്റ്റ് ആയി കിടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവര് നോക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞോ, അല്ലെങ്കിൽ ഇവർ കല്യാണം കഴിഞ്ഞോ, ഇപ്പം കുറച്ച് നാളായതേ ഉള്ളൂ, അതിനെ വിട്ട് ഡിവോഴ്സ് ആയോ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും പല ആൾക്കാരും ചിന്തിക്കുന്നത്. അതിന്റെ എക്സാമ്പിളാണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കിടക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. പിന്നെ അത് മിസ്ലീഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ ഇതിനേക്കാൾ സൂപ്പറായിട്ട് തമിഴിൽ ചെയ്യാൻ എനിക്കറിയാം. എനിക്കൊരു ടീമുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു പോയി എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഇത് തന്നെ ഇട്ടാൽ പോരായിരുന്നു. ഇത്രയും ലോ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ചിന്നുവിന് ഇടായിരുന്നു, ഞാനും നന്ദുവും അടിച്ചു പിരിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, കല്യാണത്തിന്റെ ഫോട്ടോ, റിസപ്ഷന്റെ ഫോട്ടോ. എനിക്കറിയാം ചേട്ടാ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇതുവരെ എന്റെ യൂട്യൂബിന്റെ കരിയറിൽ എന്റെ ഓർമ്മയിൽ ഞാനത് ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ എന്ന് വിചാരിച്ചിട്ടല്ലേ പല ആൾക്കാരും വന്നിപ്പോൾ തെറി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ ചെയ്തത് നല്ലതായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ആരും വന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചത് ശരിയല്ല എന്നൊരു മനുഷ്യരും പറയത്തില്ല. അല്ലെങ്കിൽ നിങ്ങളോട് വിരോധമുള്ള ആൾക്കാർ വല്ലതും ആയിരിക്കണം. വിരോധമുള്ളവർ എന്തിനാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരും. പിന്നെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഇത് പറയാനായിട്ട് എന്ത് യോഗ്യത എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, യാതൊരു യോഗ്യത ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷേ ഇത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ, ഇത് പ്രത്യേകിച്ച് ട്രെൻഡിങ് ആയ ഒരു വീഡിയോ, ഇതിങ്ങനെ നിങ്ങളുടെ കമന്റ് ബോക്സുകളിലും ഇതെല്ലാം നിരന്തരം ഇങ്ങനെ കമന്റ്സ് കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ഇപ്പം നമ്മളെല്ലാം പല കമന്റ്സിനും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയായിട്ടാണ് ഇതെനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം കോണ്ടന്റ് ആണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും കോണ്ടന്റ് എടുത്തിട്ടാണ് സകല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യത്തെ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത്, ലൈക്ക് എനിക്ക് അറിയാത്ത സമയത്ത് പോലും ഞാനൊരു ടീമിനെ വെച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. എഡിറ്റിങ്, ഇതേപോലെ തംബ്നെയിൽ, ആ കാര്യങ്ങളൊക്കെ എനിക്കൊരു ടീമുണ്ട്. അപ്പം അവരെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇട്ടാൽ പോരെ? ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളതാണ് എൻ്റെ കണ്ടന്റ്. ചേട്ടൻ പറ, ഞാൻ എന്തിടണം? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ. ഈ പറയുന്ന വ്യക്തി മൂപ്പൻസ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരെന്താ, ശരത് പരമേശ്വർ. ഈ ശരത്തേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തംബ്നെയിൽ, ഞങ്ങളല്ല ശ്രീവിദ്യ ഈ പറഞ്ഞ പോലെ തംബ്നെയിൽ മാറ്റിയിട്ട് തൻ്റെ വ്യൂവേഴ്സിനെ പറ്റിച്ചു എന്നാണ് ഈ പറയുന്ന അദ്ദേഹം മൂപ്പൻസ് വ്ലോഗ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഇദ്ദേഹം എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? 302 വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. 302 വീഡിയോ ചെയ്ത ഇദ്ദേഹം
ഒരു തമ്പനയിലെങ്കിലും മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തമ്പനയിലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റത്തെ ഒരു 5 ഞാൻ വായിച്ചുതരാം. എന്താണ് ഈ കേൾക്കുന്നത്? ശ്രീവിദ്യ മുല്ലശ്ശേരി, എന്താണ് ചേട്ടൻ കേട്ടത്? അതിൻ്റെ അകത്ത് കേൾക്കത്തക്ക രീതിയിലൊന്നുമില്ല. എന്താണ് ചേട്ടൻ കേട്ടത്? 1, എല്ലാം പുറത്തു വന്നു, ആദ്യ ഭാര്യ. മുകേഷ് ചേട്ടാ എന്തായത്? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, ബാലപ്പെട്ടു, മൊണാലിസയും കൊണ്ട് സംവിധായകൻ മുങ്ങി. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തമ്പനയിൽ. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് മറ്റേ പറയാറില്ലേ, എന്താ കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും എന്താ പറയുക, നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങൾ കാണണം. മൊണാലിസയെ കൊണ്ട് സംവിധായകൻ മുങ്ങി, കൊന്നത്, വമ്പൻ ട്വിസ്റ്റ്, എലിസബത്ത് രംഗത്ത്, സത്യം അതല്ലേ, നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ, രേണു കൊല്ലം സൂസൈഡ് ചെയ്യുന്ന ഭാര്യയെ പറ്റിയിട്ടാണത്, നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ, റാണിയക്ക ജയിലിലേക്ക്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്യാപ്ഷനും അദ്ദേഹത്തിന്റെ തമ്നെയിലും. നിങ്ങൾ ഈ മൂപ്പന്റെ തമ്നെയിൽസ് എടുത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പുള്ളിക്കാരൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഈ പറയുന്ന എലിസബത്ത് രംഗത്തെന്ന് പറഞ്ഞു, അത് സത്യമാണ്, അതില്ലാത്ത കാര്യമല്ല. പിന്നെ കുറച്ച് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും നല്ലവനായ ഉണ്ണികളാണ് എന്നല്ല ഞാൻ പറയണത്. അഫ്കോഴ്സ് മിസ്ലീഡിങ് വെക്കും. കാര്യം ഒരു പബ്ലിക് ഇഷ്യൂ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ശകലം മിസ്ലീഡിങ് യൂസ് ചെയ്യും. ഇത് വേറെ ഒന്നുമല്ല, ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യം നിങ്ങൾ ഇതിങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് ഇവിടെ ആ പുള്ളി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറ്റിക്കുക എന്നുള്ള രീതി നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് പറയുന്നുണ്ട്. ഏകദേശം 100-300 സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്. എന്തിനത് പോയി എന്ന് നിങ്ങൾ ചിന്തിക്കും. ഈ പറയുന്ന മൂപ്പൻ വീഡിയോ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തുകൊണ്ടോ ഒന്നുമല്ല. അത് അവർക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതെ അവർ ഇറങ്ങിപ്പോയതായിരിക്കും. മേ ബി അത് കണ്ടിട്ട്. മനസ്സിലായില്ല? അപ്പം നിങ്ങൾ അവരെയാണ് ഇത് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. ഇത് ബാക്കി റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ കാരണമാണ് നിങ്ങൾക്ക് ഇതെല്ലാം സംഭവിച്ചത്. നിങ്ങൾ എല്ലാ കുറ്റങ്ങളും നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അവരുടെ മണ്ടയിലോട്ടല്ല നിങ്ങൾ ഇത് കൊണ്ടിടേണ്ടത്. ഓക്കെ? അപ്പം ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനെങ്കിൽ ഇറങ്ങുക. സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ സ്വയം ആദ്യം ഒന്ന് മാന്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള വാസ്തവം, അല്ലെങ്കിൽ താങ്കൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റിയിട്ട് താങ്കൾ ആദ്യം വ്യക്തമായിട്ടുള്ളൊരു ക്യാപ്ഷനും തമ്നെയിലും കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരെ ഈ പറഞ്ഞ പോലെ പഴിചാരാൻ പോവുക. ഇതൊക്കെയാണ് പുള്ളി ഇടുന്ന തമ്നെയിലുകൾ. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ ചറപറ 2-3 പേരുടെ വീഡിയോസ് വന്നിട്ടുണ്ട് കേട്ടോ. ഏതോ ലൈഫ് ഓഫ് അനന്തു അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് 2-3 പേരുടെ വീഡിയോ വന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം 1,57,000 വ്യൂസാണ്. 1,57,000 വ്യൂസാണ് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ ആ കണ്ടന്റിന് ഇപ്പോഴും 84,000 വ്യൂസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആരെയാണ് എങ്ങനെയാണ് വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 1,57,000 വ്യൂസുമായിട്ട് ഒരു ദിവസത്തിൽ. നിങ്ങൾ ഇതിനകത്ത് വ്യൂവർഷിപ്പിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വ്യൂവർഷിപ്പിന്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളും ഒരു പക്ഷേ വ്യൂവർഷിപ്പ് നോക്കിയിട്ടായിരിക്കത്തില്ല ഈ ഒരു വീഡിയോ ചെയ്തത്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും വ്യൂവർഷിപ്പ് നോക്കിയിട്ട് തന്നെയാണ്. അതായത് മിസ്ലീഡിങ് വെച്ച് കഴിഞ്ഞാലേ കുറച്ച് വ്യൂവർഷിപ്പ് കിട്ടത്തുള്ളൂ എന്ന് നിങ്ങൾക്കും ബോധമുണ്ട്, ഈ പറയുന്ന മൂപ്പനും ബോധമുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അതാദ്യമേ അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുക. കാര്യം ഇങ്ങനൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തത് നിങ്ങളാണ്. മൂപ്പനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ആരാണ്? നിങ്ങളുടെ ഈ ഒരു മിസ്ലീഡിങ് സംഭവം വെച്ചിട്ട് തന്നെയാണ്. അപ്പം പുള്ളി അത് മിസ്ലീഡ് ചെയ്ത് പറയുന്നതിനകത്തോട്ട് എനിക്ക് വലിയ തെറ്റ് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ആ ഒരു ടൈറ്റിലാണ്. മൂപ്പൻ ആ ഒരു വീഡിയോക്കകത്ത് തമ്നെയിൽ വയ്ക്കാറില്ല, പുള്ളിക്കാരൻ ടൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ദിവസം ആയിട്ടില്ല, 14 മണിക്കൂറിൽ 1,57,000 വ്യൂസായിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് കിട്ടിയ, ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനവും ചെയ്യാതെ ചെറിയതായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് കിട്ടി 1,57,000 വ്യൂസ്. ഞാൻ ഇത് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. 84,000 വ്യൂസും ഏകദേശം 10-300ഓളം അൺസബ്സ്ക്രൈബും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡ്രോപ്പിൽ നമുക്ക് വിഷമമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത്രയും വർഷം കൂടെയുള്ള ആൾക്കാർ പോകത്തില്ല. ആ ഒരു ഡ്രോപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല. നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും നിന്ന് ഫാമിലി പോലെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അവർ പോകത്തില്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുള്ള കമന്റ്സും ഉണ്ട്, പുള്ളി വായിച്ച നെഗറ്റീവ് കമന്റ്സിൽ പോസിറ്റീവ് കമന്റ്സും ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അൺസബ് കിട്ടിയെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കും. മനസ്സിലായില്ലേ? ആദ്യം നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആ ഒരു വീഡിയോക്കകത്ത് മൂപ്പൻ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എടുത്ത് വെച്ച് വായിക്കുന്നുണ്ടല്ലോ, ആ നെഗറ്റീവ് വരാൻ കാരണം നിങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ബിക്കോസ് യു ആർ ദി റീസൺ ഫോർ ദാറ്റ് ആക്ച്വലി. അല്ലാതെ യു ഡോണ്ട് ഹാവ് ടു ബ്ലെയിം സച്ച് ക്രിയേറ്റേഴ്സ് ഫോർ ഡൂയിങ് ദിസ് വീഡിയോ എന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് നിങ്ങളാണ് ഇതിന്റെ റീസൺ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല.
പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന ഒരു സംസാരം ഉണ്ടല്ലോ, അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം വീഡിയോ ചെയ്യുന്നത് വലിയ പണിയില്ല എന്ന് നിങ്ങൾ വന്നിരുന്ന് പറയുന്നുണ്ട്. ഒരു വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയവും പിന്നെ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ട് വന്ന് സംസാരിക്കുന്നതും അതൊക്കെ ഇത്തിരി പാടുള്ള പരിപാടിയാണ്. മേ ബി നിങ്ങൾക്ക് വലിയ പണി കാണത്തില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഈ പറയുന്ന എഡിറ്റിംഗ് ടീമുണ്ട്, ഈ പറയുന്ന തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളുണ്ട്. അപ്പം നിങ്ങൾക്ക് ചുമ്മാതെ ഒരു വീഡിയോ എടുത്തിട്ട് കൊടുത്താൽ മതി, അവർ ചെയ്യുമായിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് ഈ പറയുന്ന പ്രത്യേക ടീമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് കോണ്ടന്റ് തപ്പിപ്പിടിക്കുക, അതിനെ പറ്റിയിട്ട് നമ്മുടെ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വരിക എന്നൊക്കെ പറയാനുണ്ടല്ലോ. അതൊന്നും ഒരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന ഒരു സംസാരിക്കല്ലേ, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, കാര്യം നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഞാൻ പറയത്തുള്ളൂ. ഈച്ച് ആൻഡ് എവരി വൺ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിയിൽ പോയി കമന്റ് ചെയ്ത് ഞാൻ കണ്ടു കമന്റ്സ് അയച്ചു തന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കമന്റ്സ് ഇല്ല, പുള്ളി ഇരുന്നങ്ങ് ഡിലീറ്റ് ചെയ്യും. പുള്ളി ഇരുന്നങ്ങ് നെഗറ്റീവ്സ് മാത്രം മതി പുള്ളിക്ക് എന്നുള്ള രീതിയിൽ. സോ അതിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്, ഇറ്റ്സ് ആപ്ലിക്കബിൾ ടു ഈച്ച് ആൻഡ് എവരി വൺ ഹു ആർ യൂസിംഗ് യൂട്യൂബ് ആസ് എ ജോബ് ബിക്കോസ് എവരി റിയാക്ഷൻ വീഡിയോസ് ആർ ഡൂയിങ് സെയിം തിങ്, മിസ്ലീഡിംഗ് ക്യാപ്ഷൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇതിനെ കമന്റ് ഇട്ടിരിക്കുന്ന ബോബിത CM എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ പറഞ്ഞത് തന്നെയാണ് ബാക്കിയുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും മനസ്സിലായിട്ടുള്ളത് അത് തന്നെയാണ്. നിങ്ങളാണ് ഏറ്റവും വലിയ മാനിപ്പുലേറ്റീവ്സ്. നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിഭീകരമായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പാരസൈറ്റ്സ് ആണ്, അതായത് ബാക്കിയുള്ളവർ കണ്ടന്റ് ഇല്ലെങ്കിൽ, അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര, നിങ്ങൾക്കൊരു കോണ്ടന്റ് ഇല്ല. ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ. ഓ, അത് ശരി. അപ്പോൾ ഈ പറയുന്ന ന്യൂസ് ചാനൽസും ഇല്ല അല്ലേ? കേരളത്തിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ ഈ ന്യൂസ് ചാനൽസും ഒന്നും വേണ്ടല്ലോ അല്ലേ? നമ്മൾ റിയാക്ട് ചെയ്ത നമ്മുടെ ഈ പറയുന്ന സമൂഹത്തിൽ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടോ അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ പറയുന്നത് നമ്മൾ പാരാസൈറ്റ്സ് ആണ്, ഈ പറയുന്ന നാട്ടുകാരുടെ കണ്ടന്റ് എടുത്തു വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണ്. നിങ്ങളുടെ ഈ ഒരു സംസാരമാണ് എനിക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞ ഒരു കാര്യം. നിങ്ങൾ ഒരു സമസ്ത അപരാധം ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല. പ്രത്യേകിച്ച് തംബ്നെയിലിന്റെ കേസിൽ ഞാൻ ഓവറായിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാര്യം നിങ്ങളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഇക്കാര്യം ഏതൊരു കോണ്ടന്റ് ക്രിയേറ്ററും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ പാരാസൈറ്റ്സ് ആണ്, നിങ്ങൾ ബാക്കിയുള്ള സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വന്തമായിട്ട് ഇവിടെ വീട്ടിൽ കറി വെക്കുന്നതും അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, കുറെ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന കുറച്ച് ഉടായ്പ പരിപാടികളുണ്ടല്ലോ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അത് കുറെ നമ്മൾ കണ്ടതാണ്. ഞങ്ങളെല്ലാം അതിനെ പറ്റി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ്. നമുക്കതൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല. ബിക്കോസ് നമ്മൾ നോക്കിയിട്ട് അത്യാവശ്യം വ്യൂവർഷിപ്പ് ഉള്ളതും അത്യാവശ്യം നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് അല്ലേ? സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയം നമ്മൾ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നതായാലും ഫേസ്ബുക്ക് ആയാലും എന്തായാലും. അതിന് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വില തന്നെ കൊണ്ട് കളയത്തുള്ളൂ മനുഷ്യ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. സോ ബെറ്റർ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കുക. കാര്യം കൂടുതൽ ഹെയ്റ്റ്സ് നിങ്ങൾ പിടിച്ചു പറ്റുവാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല. ഒബിയസ്ലി അവരെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. വീണ്ടും ഈ ഒരു വിഷയം കൂടി പോത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ തേടി പോവുകയാണ്. ഇന്നലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അധികം പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായി കാണത്തില്ല. അപ്പം പുള്ളി തപ്പി ഇരുന്നപ്പം കിട്ടിയത് ഇതാണ്. ഓക്കെ, ഇന്നത്തെ എൻ്റെ ജീവിതത്തിനുള്ള ഇന്നത്തെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് കരുതി ഇന്ന് ഇവിടെ കൂടാം എന്നും പറഞ്ഞ് പുള്ളി കൂടിയതായിരിക്കാം. മേ ബി നമ്മൾ വിഷയങ്ങൾ തേടിയാണോ പോകുന്നത്? നമ്മൾ എന്താണ് വിഷയമെന്ന് തേടി പോയി തപ്പി പിടിച്ച് കൊണ്ടുവന്ന് വീഡിയോ ചെയ്യുന്നത്, അതാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ കണക്ക് എന്നും രാവിലെ ഇന്നീക്കുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെയുള്ള വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യലല്ല. ഓക്കെ, അപ്പം വിഷയങ്ങൾ തപ്പി പിടിച്ച് പോകണം. ന്യൂസ് ചാനൽസ് പിന്നെ എന്തോ ചെയ്യുന്നത്? ന്യൂസ് ചാനൽസ് പിന്നെ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഈ പല വിഷയങ്ങളും ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് പല ആൾക്കാർക്കും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ഇഷ്യൂസും പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങൾ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പറ്റിച്ച് ഒരു കമ്പനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പറ്റിച്ച് ഇത് നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യുമോ, റിയാക്ട് ചെയ്ത് ഞങ്ങളെ നിങ്ങളിത് 10 പേരെ അറിയിക്കുമോ എന്നും പറഞ്ഞ് പല കേസസും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, അറിയോ? അപ്പം ഇതൊക്കെ നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടുന്നത്, അറിയോ? അങ്ങനെ എത്രയോ കേസസ് നമ്മളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അപ്പം വന്നിരുന്ന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് പറയാതിരിക്കുക. ഞാൻ വളരെ മാന്യമായിട്ട് ഞാൻ നിങ്ങളുടെ ഈ ഒരു വിഷയം സംസാരിക്കത്തുള്ളൂ. മേ ബി ഇത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. കാര്യം നിങ്ങളെല്ലാവരും കൂടി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് സഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്രയും വ്യൂവർഷിപ്പും കിട്ടിയതുമില്ല. പക്ഷെ നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ എല്ലാവർക്കും നല്ല വ്യൂവർഷിപ്പും കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളൊരു കുരുപൊട്ടലുണ്ടല്ലോ, അതാണിത്, അല്ല വേറെ ഒന്നുമല്ല.
ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും നോക്കി, ഈ ബാക്കി പറയുന്ന ലൈഫ് ഓഫ് അനന്തു ബാക്കിയുള്ളവരുടെ ഒന്നും ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞങ്ങൾ വീണ്ടും അത് പറഞ്ഞ അവർക്കൊരു പ്രൊമോഷൻ ഞാനും തുറന്നു നോക്കിയില്ല. അല്ല, വീണ്ടും അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ്. അതിലൂടെ അവർക്ക് കുറച്ച് വ്യൂസ് കിട്ടും. എനിക്കൊന്നും ഈ ലൈഫ് ഓഫ് അനന്തുവിനും 10-20,000 വ്യൂസ് ആയെന്ന് തോന്നുന്നു. ഇന്നത്തേക്കുള്ളത് പുള്ളിക്കും ആയിട്ടുണ്ടാവും. നമുക്ക് ഇത്രയും ഹേറ്റ് മതി. എനിക്ക് ഇത്രയും നെഗറ്റിവിറ്റീസ് താങ്ങാൻ, എനിക്ക് ഇത്രയും നെഗറ്റീവ് ഒന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ആ തമ്മിൽ വയ്ക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഓക്കെ, ബെറ്റർ യു ജസ്റ്റ് ആക്ച്വലി കൺവിൻസ് യുവർ സബ്സ്ക്രൈബേഴ്സ്, അല്ലാതെ ഞങ്ങളെ അല്ല. നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കൺവിൻസ് ചെയ്യുക. അപ്പോൾ അവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എന്ത് പറയണ്ടേ, അവരാണ് നിങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറയണത്. അപ്പോൾ അവരെ നിങ്ങൾ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് വെറുതെ ഡയലോഗ് അടിച്ചിട്ട് ഒന്നും നേടാനില്ല. ഓക്കെ, എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ ആ പറഞ്ഞ ലാസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് പാരാസൈറ്റ്സ് ആണ്, കേരളത്തിൽ ഒരു എന്തെങ്കിലും വിഷയം നടന്നില്ലെങ്കിൽ നിങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.